ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇനി പഴയ കുക്കർ ആരും കളയണ്ട കേട്ടോ. കുക്കർ കൊണ്ട് നമ്മുടെ വീട്ടു ജോലി എളുപ്പമാക്കാനുള്ള കുറേ നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സുകളൊന്ന് കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ്, നമ്മൾ മാവൊക്കെ തലേ ദിവസമൊക്കെ നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴച്ച ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ചിട്ട് വയ്ക്കുമ്പോൾ പുറമൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയി വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും പൂരിയും കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടിപ്സാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പഴയ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കുക്കറിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒരു ചെറുതായിട്ട്, നമുക്ക് അധികം ചൂടാക്കേണ്ട, നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന മാവൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ തലേദിവസത്തെ മാവായാലും ഇന്ന് നമ്മൾ കുഴച്ചെടുക്കുന്ന മാവായാലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല പഞ്ഞി പോലത്തെ നല്ല പൊന്തി വരുന്ന പൂരിയും അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഇവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട്. വേറെ ഇതിലൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നമ്മൾ വെള്ളവും ഉപ്പും മാത്രം വെച്ച് കുഴച്ചെടുത്ത ഒരു മാവാണ് കേട്ടോ. നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ ലാസ്റ്റ് വരെ നമുക്ക് ആ മാവ് നല്ലതുപോലെ ഗുണ്ടുമണി പോലത്തെ പൂരി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ ചപ്പാത്തിയൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇതെല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു ടിപ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നമ്മൾ കുക്കറിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് മാവൊക്കെ കുഴച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വരെ നല്ല പഞ്ഞി പോലത്തെ പൂരി തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനവിടെ ഇത് പൊരിച്ചെടുത്ത ആ ഒരു പൂരി നമുക്ക് എത്ര തന്നെ നമ്മൾ സമയം കഴിഞ്ഞാലും നമുക്ക് നല്ലതുപോലെ ഇത് പൊങ്ങി തന്നെ ഇരിക്കും കേട്ടോ. അധികം താഴ്ന്നു പോകാതെ തന്നെ നല്ല പഞ്ഞി പോലെ തന്നെ നമുക്ക് സോഫ്റ്റാക്കി തന്നെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കടയിലൊക്കെ നമ്മൾ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടുന്ന ആ ഒരു പൂരി പോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ചോറൊക്കെ നമ്മൾ കഴിച്ച ശേഷം ബാക്കി വരുന്ന ചോറ് നമ്മളൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് പിറ്റേന്ന് എടുത്ത് നമ്മൾ വെള്ളം വീത്തി വടിക്കുമ്പോൾ നമുക്കൊരു പഴയ ചോറിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരാറുണ്ട്, അതിൻ്റെ രുചി അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തയ്യാറാക്കുന്ന പോലെ തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറ് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പം ഞാനതവിടെ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചോറാണ് കേട്ടോ. അപ്പോൾ ബാക്കി വരുന്ന ചോറ് ഞാൻ ഇതുപോലെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനതവിടെ തലേ ദിവസം വെച്ച ചോറ് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് 2-3 വെള്ളം ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാൻ ചോറ്. ഇത് അധികം നമ്മൾ കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ജയ അരിയുടെ ചോറാണ് കേട്ടോ. നമുക്ക് നല്ല ഇതായിട്ടിരിക്കുന്ന ചോറാണ്. ഇനി നമ്മൾ ഈ ഒരു വെള്ളമൊക്കെ ഊറ്റി ഒരു പാത്രത്തിലാക്കണം. നല്ലതുപോലെ വെള്ളമൊക്കെ ഊറ്റി കളയണം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പം വരാൻ പാടില്ല കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഊറ്റി കളഞ്ഞ ശേഷം നമ്മൾ ഈ ഒരു ചോറ് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആ ഒരു ചോറൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിനെ തീ കുറച്ച് വെച്ച് അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാനതിവിടെ അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ പുറത്തുള്ള ആ സ്റ്റീം ഇടുന്നില്ല. നമ്മൾ ഇതുപോലെയാണ് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുന്നത്. ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടും. അപ്പോൾ കണ്ടോ, ചോറ് നമ്മൾ വെള്ളമൊക്കെ വീത്തി വടിക്കുന്നത് പോലെ തന്നെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ നമുക്ക് പഴയ ചോറിൻ്റെ ഒരു മണവും ഒന്നുമില്ലാതെ തന്നെ നമ്മൾ പുതിയതായിട്ട് നമ്മൾ അന്ന് വയ്ക്കുന്ന ആ ഒരു ചോറിൻ്റെ ഒരു ഇതായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ വയ്ക്കുമ്പോൾ തീ കുറച്ച് വെച്ച് വേണം നമ്മളതിനെ ചൂടാക്കി എടുക്കാൻ കേട്ടോ. ഇതുപോലെ നമ്മൾ അടച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ ചൂടാറാതെ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റീമും കൂടെ ഇട്ട് വച്ചിരുന്നാൽ മതി. ചോറ് നല്ല ചൂടോടെ ഇരിക്കും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ മല്ലിപ്പൊടിയൊക്കെ നമ്മൾ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി കെമിക്കലൊക്കെ അടങ്ങിയ മല്ലിപ്പൊടി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അത് പല ദോഷങ്ങളും നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പച്ചമല്ലി നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല മണത്തോട് കൂടിയ മല്ലിപ്പൊടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ മല്ലി കുറച്ചെടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് ഊറ്റി വയ്ക്കുകയാണ്. അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയ ശേഷം നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമ്മളൊരു പഴയ കുക്കർ എടുക്കുക, അതിലേക്ക് ഇതുപോലത്തെ ഒരു അടപ്പ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന ആ മല്ലി ഇതിൻ്റെ മുകളിലേക്കിട്ട് വച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആ സ്റ്റീം ഇടാതെ തന്നെ നമ്മൾ ഒന്ന് ചെറുതീയിൽ വെച്ച് നമ്മൾ കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു മല്ലിയുടെ വെള്ളമൊക്കെ നല്ലതുപോലെ പോയി കാണും. നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കുക്കറിൽ തന്നെ നമ്മൾ ഈ ഒരു മല്ലി തട്ടി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം നല്ലതുപോലെ പോയി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പെട്ടെന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു മല്ലി ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ്. ഈ ഒരു കുക്കറിലേക്ക് തട്ടി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഉണക്കിയെടുക്കുകയാണ്. പെട്ടെന്നൊന്ന് അതിനെ ഒന്ന് വറുത്തെടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലർ ഇതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ മീൻ കറിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതവിടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നല്ലൊരു മണം കിട്ടാനാണ് കേട്ടോ ആ മല്ലിപ്പൊടി. അപ്പോൾ ഞാനവിടെ മല്ലി നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. തീ കുറച്ച് വെച്ച് തന്നെ നമ്മൾ വെയിലൊക്കെ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ മല്ലി വറുത്ത് പൊടിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി നമ്മളിത് നല്ലതുപോലെ ഒന്ന് ചൂടാറിയ ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിനെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും പേടിയില്ലാതെ നമുക്ക് മല്ലിപ്പൊടിയൊക്കെ നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ മുട്ടയൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ പാത്രത്തിലൊക്കെ വെച്ച് വേവിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഗ്യാസ് നമുക്ക് നഷ്ടമാകാറുണ്ട്. അപ്പോൾ ഇതുപോലെ കുക്കറിൽ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2 വിസിൽ നല്ലതുപോലെ തീ കൂട്ടി വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടയൊക്കെ നല്ലതുപോലെ വേവിച്ചെടുക്കാൻ പറ്റും. അധികം ഗ്യാസ് നമുക്ക് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മുട്ടയൊക്കെ വേവിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ആ ഒരു ചൂടുവെള്ളം മാറ്റി നല്ലതുപോലെ തണുത്ത വെള്ളം നമ്മൾ ഒഴിച്ചിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഇളക്കി മുട്ട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മുട്ട വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസൊക്കെ നല്ലതുപോലെ ലാഭിക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. രാവിലെയൊക്കെ നമ്മൾ ജോലി തിരക്കൊക്കെ ഉള്ളവരായിരിക്കും, നമുക്ക് കറികളൊക്കെ വയ്ക്കാൻ നമുക്ക് പലഹാരത്തിനൊക്കെ കറികൾ വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നല്ല താമസിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പഴയ കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസിൽ ലാഭം, അതുപോലെ തന്നെ നമുക്ക് അടുക്കള ജോലികളും നമുക്ക് എളുപ്പത്തിൽ തന്നെ തീർക്കാൻ പറ്റും. പ്രത്യേകിച്ച് ജോലി തിരക്കൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ജോലികളൊക്കെ തീർക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ 2 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതൊന്നും വശക്കിയ ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളി വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതല്ലെങ്കിൽ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ സാധാരണ മുട്ട വേവിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇന്ന് ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചുള്ള ഒരു മുട്ടക്കറിയാണ് തയ്യാറാക്കിയത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് മുട്ടക്കറികളൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ അടുക്കള ജോലികൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ.